ശ്രീ മഹാദേവ്യൈ നമ. സൗന്ദര്യലഹരി 72 ശ്ലോകമാണിന്ന് മഹാമായ കൃപയാൽ വിശദീകരിക്കുന്നത്. 72 ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ മഹാമായയുടെ സ്തനദ്വന്ദ്ങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. സൗന്ദര്യലഹരി 42 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങളിലാണ് അമ്മയുടെ കേശാദിപാദ വർണ്ണന ഉള്ളത്. അതിൽ 10 ശ്ലോകം ദേവിയുടെ പാദങ്ങളെക്കുറിച്ചും 10 ശ്ലോകങ്ങൾ ദേവിയുടെ നയനങ്ങളെക്കുറിച്ചും 4 ശ്ലോകങ്ങൾ ദേവിയുടെ സ്തനങ്ങളെക്കുറിച്ചും ആണ് വർണ്ണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള അവയവങ്ങളെല്ലാം ഓരോ ശ്ലോകങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. അമ്മയുടെ സ്തനദ്വന്ദ്ങ്ങൾക്ക് ഉപമ പറയാൻ മറ്റൊന്നും ഈ ലോകത്തിലില്ല. ഒരു തമാശ പോലെ അദ്ദേഹം പറയുകയാണ്, ബാലഗണപതിയുടെ മസ്തകം പോലെയാണ് അമ്മയുടെ ഭുജങ്ങളെന്ന്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊമ്പനാനയുടെ മസ്തകങ്ങളല്ല, മറിച്ച് കുട്ടിയാനയുടേതുപോലെ ബാലഗണപതിയുടെ പോലെ സ്വർണ്ണവർണ്ണവും ചുവപ്പ് നിറവുമെല്ലാം ചേർന്ന മസ്തകങ്ങൾ. അതുപോലെയാണ് അമ്മയുടെ ഭുജദ്വന്ദ്ങ്ങൾ. ഇതിലൊരു പ്രാർത്ഥനയുമുണ്ട്. മഹാമായേ, അമ്മയുടെ സ്തനയുഗം ഞങ്ങളുടെ ദുഃഖത്തെ എല്ലാം നശിപ്പിക്കട്ടെ. സമം എന്നിവിടെ പറയുന്നതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. അമ്മയുടെ സ്തനങ്ങൾ സമമാണ്. അലൗകികമായ സൗന്ദര്യമായതുകൊണ്ട് വളരെ സിമെട്രിക്കൽ, ഒരുപോലെയുള്ള ആകൃതിയാണ് അമ്മയുടെ 2 സ്തനങ്ങൾക്കും. അത് വളരെ റെയറായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാധാരണ ലൗകികരായിട്ടുള്ളവർക്കെല്ലാം അവയവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. പക്ഷേ അമ്മയുടെ അലൗകികമായ ആ അഭൗമമായ സൗന്ദര്യമായതുകൊണ്ട് സമമായിട്ടാണ് ആ സ്തനയുഗങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സമം എന്നാൽ ഒരേ സമയമാണ് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമികളും അമ്മയുടെ സ്തനങ്ങൾ പാനം ചെയ്തിരുന്നത് എന്നും പറയാം. ലോകമാതാവായ അമ്മയുടെ സ്തനങ്ങൾ സദാ പാൽ ചുരത്തുന്നു. ലോകത്തിന് മുഴുവനുമുള്ള പോഷണം ആ സ്തനങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ പുത്രന്മാരായ ഗണപതി ഭഗവാനും സ്കന്ദനും ഇത്രയും ബുദ്ധിശാലികളായതിൽ അത്ഭുതപ്പെടാനില്ല. ഗണപതി ഭഗവാൻ സിദ്ധിബുദ്ധിപ്രദായകനും സുബ്രഹ്മണ്യ സ്വാമി സർവശാസ്ത്ര ഗുരുവുമാണ്. ഗുരുഗുഹൻ, ഓങ്കാരപ്പൊരുളൊക്കെ ആയിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി അറിയപ്പെടുന്നത്. അദ്ദേഹം വലിയ ജ്യോതിശാസ്ത്ര പണ്ഡിതനും ഒക്കെ ആയിരുന്നു. മഹാമായയുടെ ആ സ്തന്യം പാനം ചെയ്തിരുന്നത് കൊണ്ടാണ് ആ പുത്രന്മാർ ഇത്രയും വലിയ കേമന്മാരായത് എന്നൊരു ധ്വനിയും ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു. ആചാര്യസ്വാമികൾ ഒരു തമാശയായി പറയുന്നു, ഗണപതി ഭഗവാൻ ആ അമ്മയുടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തനദ്വന്ദ്ങ്ങളിൽ നിന്ന് പാല് ചുരന്നു വരികയാണ്. ചുരന്നു വരുന്നത് തൻ്റെ കൊമ്പുകളാണോ എന്ന് ഭഗവാൻ അത് തോന്നുന്നുണ്ട്. അതുപോലെ തൻ്റെ മസ്തകമെങ്ങാനും അമ്മ കൈക്കലാക്കിയോ എന്നറിയാൻ വേണ്ടി ഗണപതി ഭഗവാൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകൾ കൊണ്ട് തൻ്റെ മസ്തകത്തെ സ്പർശിക്കുന്നുണ്ടത്രേ. ഇത് കണ്ടിട്ട് അമ്മയ്ക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും മഹാദേവനുമെല്ലാം ചിരി വന്നിട്ടുണ്ടാകാം എന്ന് വളരെ തമാശ രൂപേണ ആചാര്യസ്വാമികൾ ഇവിടെ സൂചിപ്പിക്കുന്നു. അമ്മയുടെ സ്തനങ്ങളെ ബാലഗണപതിയുടെ മസ്തകത്തിനോട് ആചാര്യസ്വാമികൾ ഉപമിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു തമാശയായി പറയുന്നു, ബാലഗണപതി പാല് കുടിക്കുന്നതിനിടയിൽ അമ്മയുടെ ആ സ്തനങ്ങൾ കണ്ടിട്ട് തൻ്റെ മസ്തകമാണോ എന്ന് സംശയിച്ച് പെട്ടെന്ന് കൈകൾ കൊണ്ട് മസ്തകത്തിൽ ഇങ്ങനെ സ്പർശിച്ചു നോക്കുന്നു എന്ന്. അപ്പോൾ വളരെ തമാശ രൂപേണയാണ് ആചാര്യസ്വാമികൾ ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമം ദേവി സ്കന്ദദ്യുപവദന പീതം സ്തനയുഗം തവേദം നഖേദം ഹരതു സതതം പ്രസ്നുതമുഖം യദാ ലോക്യാശങ്കാകുലിത ഹൃദയോ ഹാസജനക സകുംഭൗ ഹേരംബ പരിമൃശതി
ഹസ്തേന ഛടിതി. ദേവി, അല്ലയോ മഹാമായേ, സമം ഒരേ സമയം, സ്കന്ദദ്യുപവദന പീതം, സ്കന്ദനും ദ്യുപം എന്നാൽ ആന, അപ്പം ആനമുഖമുള്ള ഗണപതി ഭഗവാനും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇതം ഈ തവ സ്തനയുഗം നിൻ്റെ അമ്മയുടെ 2 സ്തനങ്ങൾ ന ഖേദം ഞങ്ങളുടെ ദുഃഖത്തെ സതതം എപ്പോഴും ഹരതു ഇല്ലാതാക്കട്ടെ. പ്രസ്നുത മുഖം പാൽ ചുരത്തുന്ന കാമ്പുകളോടുകൂടിയ യത് ആ സ്തനങ്ങളെ ആലോക്യ കണ്ടിട്ട് ആശങ്ക ആകുലിത ഹൃദയ സന്ദേഹത്താൽ ആകുലമായ ഹൃദയത്തോടുകൂടിയ ഹേരംബ ഗണപതി ഹാസ്യജനക ഹാസ്യം ജനിപ്പിക്കത്തക്കവണ്ണം സ്വകുംഭൗ തൻ്റെ 2 കുംഭങ്ങളെ ഛടിതി വേഗത്തിൽ ഹസ്തേന കൈകൊണ്ട് പരിമൃശതി തപ്പി നോക്കുന്നുവല്ലോ. അല്ലയോ മഹാമായേ, സ്കന്ദനും ഗണപതിയും ഒരേ സമയം പാൽ കുടിക്കുന്ന നിൻ്റെ ഈ സ്തനങ്ങൾ ഞങ്ങളുടെ ദുഃഖത്തെ എപ്പോഴും ഇല്ലാതാക്കട്ടെ. പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്ന മുഖത്തോടു കൂടിയ ആ സ്തനങ്ങളെ കണ്ടിട്ട് ഗണപതി സന്ദേഹത്താൽ ആകുലചിത്തനായി തീർന്ന് തൻ്റെ ആ മസ്തകങ്ങളാണോ അമ്മ കൈക്കലാക്കിയത് എന്ന് തോന്നും വണ്ണം ഹാസ്യം ജനിപ്പിക്കത്തക്കവണ്ണം തൻ്റെ 2 കുംഭങ്ങളെയും വേഗത്തിൽ കൈകൊണ്ട് തപ്പി നോക്കുന്നുവല്ലോ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ഇതിൻ്റെ ഫലമായി പറയുന്നത് ഭയം ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ മധുവാണ് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. എല്ലാ ഫലസിദ്ധിക്കും അപ്പുറം അമ്മയുടെ കൃപയ്ക്കു വേണ്ടി, കാരുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീ മൂകാംബിക ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു.